നമുക്ക് നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവിയുള്ള കോട്ടയം സ്റ്റൈൽ മീൻകറി തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇവിടെ 1/2 കിലോ വെയിറ്റ് വരുന്ന 2 ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മാംസമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തലയും കൂടെ എടുത്തിട്ടുണ്ട്. തലയ്ക്കകത്തുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 ചെറിയ കുടംപുളി, ചെറിയ തക്കാളിക്ക 2, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മീൻകറി തയ്യാറാക്കുമ്പോൾ ചെറിയ ഉള്ളി എടുക്കുന്നതാണ് വളരെ ടേസ്റ്റ്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി അരിയുമ്പോൾ നല്ല നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനെ കൊണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴട്ടി ഒരു ഗോൾഡൻ നിറമാവണം. ഒരുപാടങ്ങ് ഉള്ളി മൂത്ത് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം അങ്ങ് മാറിപ്പോവും. ഇത് ലൈറ്റ് ഒരു ഗോൾഡൻ നിറം മതി. അപ്പോഴിവിടെ ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 2/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1 പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി കനം കുറച്ചരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം തക്കാളിക്കൊക്കെ. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ആ ഉള്ളിയൊക്കെ മൂത്ത് വന്നത് നല്ലതായിട്ട് ഇതിലേക്ക് ലയിച്ച് വരത്തുള്ളൂ. ഇനി മൊത്തത്തിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും പുളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് വേണം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പം പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ്. നേരത്തെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അല്പം കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് സാദാ മീൻകറിയേക്കായി അസാധ്യമായ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്യാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. അപ്പോഴിവിടെ കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ അസാധ്യമായ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.